സോ വെൽക്കം ബാക്ക് ടു എപ്പിസോഡ് 3 ഓഫ് അറേബ്യൻ ബിസിനസ് പോഡ്കാസ്റ്റ്. കഴിഞ്ഞ തവണ പറഞ്ഞ പോലെ ടുഡേ വി ഹാവ് എ വെരി സ്പെഷ്യൽ ഗസ്റ്റ്. 20 വർഷത്തോളം IT ബിസിനസ് മേഖലയിൽ സൗദി അറേബ്യയിൽ സ്പെസിഫിക്കലി വർക്ക് ചെയ്ത മിസ്റ്റർ ഷമീം നെടുങ്കുന്നത്ത്. സോ ഷമീം, വെൽക്കം ടു ദ ഷോ. താങ്ക് യു. 20 വർഷമായിട്ട് ഈ സെഗ്മെന്റിൽ ദാറ്റ് ടു മെയിൻലി ഫോക്കസ്ഡ് ഇൻ സൗദി അറേബ്യ. നമുക്കിപ്പോൾ ഈയിടെയായിട്ട് കേൾക്കുന്ന കുറേ ടെക്നോളജി ജാർഗൺസ്, AI, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ, ഒന്നും അങ്ങോട്ട് മനസ്സിലാകാത്ത കുറേ ടേംസ് ഇപ്പം നമ്മുടെ ഇടയിൽ ഫ്ലോട്ടഡ് ആണ്. അപ്പം നമ്മുടെ ഓഡിയൻസിന് വേണ്ടിയിട്ട് വളരെ സിമ്പിളായിട്ട് ഷമീം ഭായിയുടെ ഒരു 20 വർഷത്തെ ജേണി ആസ് എ ബിസിനസ് അല്ലെങ്കിൽ പ്രൊഫഷണൽ സൗദി അറേബ്യയുടെ സ്പെസിഫിക്കലി ഫോർ സൗദി അറേബ്യ എങ്ങനെയാണ് അത് നോക്കിക്കാണുന്നത്? കഴിഞ്ഞ 10-15 കൊല്ലമായിട്ട് സൗദി അറേബ്യയിൽ പ്രത്യേകിച്ച് ടെക്നോളജിയിൽ മാത്രമല്ല, മാറ്റങ്ങൾ ആൾക്കാരുടെ മൈൻഡ് സെറ്റിലും മാറിയിട്ടുണ്ട്. ബട്ട് ഡിജിറ്റലായിട്ട് ട്രാൻസ്ഫോർമേഷൻ നല്ലോണം നടന്നിട്ടുണ്ട് അല്ലേ, എങ്ങനെ മനസ്സിലാവും. അതെ അതെ. ഇതേപോലെ തന്നെ മൈൻഡ് സെറ്റ് മാറിയിട്ടുണ്ട്. ഇപ്പോൾ സൗദീനെ സംബന്ധിച്ച് ഇപ്പോൾ ഏകദേശം 60% താഴെ പോപ്പുലേഷന് 30 ഇയേഴ്സിന് താഴെയാണ്. അപ്പോൾ ഇവരൊക്കെ കാരണം ആ ജെൻസി ആൾക്കാരാണ്, അവർ ഓൾറെഡി ടെക്നോളജിയിൽ വളർന്ന ആൾക്കാരാണ്. അപ്പം അവിടെ നല്ലൊരു മാറ്റം മീൻസ് ഈ സംഭവങ്ങൾ മാറ്റം എത്രയും മീൻസ് വളരെയധികം അവരെ അഡാപ്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. അതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ പണ്ട് IT എന്ന് പറഞ്ഞാൽ ഒരു കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ്, അതെ. അതൊക്കെ ആയിരുന്നു IT. അപ്പോൾ അതൊക്കെ ഒരു ബിസിനസ്സിൻ്റെ ഒരു സപ്പോർട്ടിങ് സിസ്റ്റം ആയിരുന്നു. ബാക്കി എനിക്ക് തോന്നുന്നു ഒരു അക്കൗണ്ട്സ് ഒക്കെ മാനുവലി ചെയ്യുക, പേപ്പറിൽ എഴുതുക, അതെ, അതെ, അതെ. ഇതൊക്കെ ആയിരുന്നു പണ്ട് ഉണ്ടായിരുന്നത്. പക്ഷെ കുറച്ച് കാലങ്ങളായിട്ട് ഈ IT എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഒരു സപ്പോർട്ട് സിസ്റ്റത്തിൽ നിന്ന് ബിസിനസ്സിൻ്റെ ഇപ്പം നിങ്ങളെ തന്നെ നോക്കുകയാണെങ്കിൽ ബാക്ക് ബോൺ ആയിട്ടില്ലേ, അതെ അതെ. അതായത് ആ സിസ്റ്റം ടെക്നോളജി ഇല്ലാതെ റൺ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ വലിയ കമ്പനീസ് എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ യൂബറോ അല്ലെങ്കിൽ നമ്മൾ Airbnb അല്ലെങ്കിൽ ഓട്ടോണമസ് വെഹിക്കിൾസ്, ഇതൊക്കെ പറഞ്ഞാൽ ടെക്നോളജി തന്നെയാണ് റൺ ചെയ്യുന്നത്, അതെ. അതിൻ്റെ ബാക്ക് ബോൺ. അതേപോലെ ഇപ്പോൾ വലിയ Anchor കമ്പനീസ് station. മാത്രം ആങ്കർ സ്റ്റേഷന്, ഇപ്പോൾ ചെറിയതാണെങ്കിൽ SME ആണെങ്കിൽ ഇപ്പോൾ ഒരു ERP, അവരെ അക്കൗണ്ട്സും ഓപ്പറേഷൻസ് ഒക്കെ മാനേജ് ചെയ്യുന്നത് ആ സിസ്റ്റമാണ്. ആ സിസ്റ്റം ഇല്ലാതെ ഇപ്പോൾ അവർക്ക് നിൽക്കാനില്ല. അപ്പോൾ ആ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ IT ഒരു സപ്പോർട്ടിങ് ബേസിക്കലി ഒരു ബാക്ക് ബോൺ ആയിട്ടുണ്ട്, എല്ലാം ഡ്രൈവ് ചെയ്യുന്നുണ്ട്. പിന്നെ പറഞ്ഞാൽ പണ്ടൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു കമ്പനിയിൽ ഇപ്പോൾ തീരുമാനങ്ങൾ എടുക്കാൻ ഡാറ്റ അല്ലായിരുന്നു, അതെ. അവിടെയുള്ള എക്സ്പീരിയൻസ് ഉള്ള കുറേ ആൾക്കാരുണ്ടാവും. അപ്പം അവരും പിന്നെ കുറേ അസംഷൻസ് ഒക്കെ വെച്ചിട്ടാണ് അവർ തീരുമാനങ്ങൾ ഡിസിഷൻസ് ഒക്കെ എടുക്കുന്നത്. പക്ഷെ ഇപ്പം എന്ന് പറഞ്ഞാൽ ഡാറ്റ ഡ്രിവൺ ആണ്. അപ്പം കാരണം അവർക്ക് മാർക്കറ്റിലെ ഡാറ്റ കിട്ടും, കോമ്പറ്റീറ്റർ ഡാറ്റ കിട്ടും, മാർക്കറ്റ് ട്രെൻഡിൻ്റെ ഡാറ്റ കിട്ടും, ഹിസ്റ്റോറിക്കൽ ഡാറ്റ ഉണ്ട്. ഇത് വെച്ചിട്ട് അവർ ഡാറ്റ വെച്ചിട്ടാണ് ഡെസിഷൻസ് എടുക്കുന്നത്. അത് നല്ലൊരു ഡിഫറൻസ് വന്നിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് നല്ല രീതിയിൽ അത് നല്ല യൂസ് ചെയ്യുന്നുണ്ട് ഡാറ്റ. അപ്പോൾ നമുക്ക് പറയാൻ പറ്റാറുണ്ട് ഇപ്പോൾ ഒക്കെ കമ്പനീസ് ഒരു സ്ലോലി ഡാറ്റ ഡ്രിവൺ കമ്പനീസ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഡിസിഷൻ മേക്കിംഗ് ഡാറ്റ നല്ല രീതിയിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഡാറ്റ ഇല്ലാതെ നമുക്ക് ഇപ്പോൾ മുന്നോട്ട് പോകാനും പറ്റില്ല. ഡാറ്റ ഇസ് ദ കിങ് എന്നാണ് പറയല് ഇപ്പോൾ. അതേപോലെ തന്നെയാണ് മീൻസ് ഓട്ടോമേറ്റ് ചെയ്യുന്ന സംഭവങ്ങൾ. ഇപ്പം കുറേ റിപ്പീറ്റഡ് ആയിട്ടുള്ള ടാസ്കുകൾ ചെയ്യുന്ന സാധനങ്ങളൊക്കെ ആൾക്കാർ ഓട്ടോമേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ചെറിയ ചെറിയ ടൂൾസ് ഉണ്ട്, ക്ലൗഡ് സോഫ്റ്റ്വെയർസ്, AI ടൂൾസ്, ഇതൊക്കെ വെച്ചിട്ട് ആൾക്കാർ ടാസ്കുകൾ ഇങ്ങനെ ഓട്ടോമേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഓട്ടോമേറ്റ് ചെയ്യുമ്പം അവരെ എന്താ പറയുക പ്രൊഡക്ടിവിറ്റി കൂട്ടുന്നുണ്ട്. അപ്പോൾ അവർ ഇൻഡിവിജ്വൽ ഇഷ്യൂസൊക്കെ കണ്ടുപിടിച്ച് ഓട്ടോമേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലും നമുക്ക് നല്ലൊരു എന്താ പറയുക കമ്പനീസ് ആ ഒരു ഇതിലേക്ക് പാത്തിലേക്ക് മൂവ് ചെയ്യുന്ന കാണാം. പിന്നെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒക്കെ ഒരു കാറ്റലിസ്റ്റ് പറഞ്ഞാൽ വിഷൻ 2030 ആണ് സൗദി അറേബ്യയിൽ. കാരണം ടെക്നോളജിയിൽ പ്രത്യേകിച്ച് AI ഇൻഫ്രാസ്ട്രക്ചർ, ഇതിൽ ഡാറ്റ, ഇതിലൊക്കെ സൗദി ഗവൺമെൻറ് തന്നെ നല്ല രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നുണ്ട്. അപ്പം അത് എന്താ പറയുക ഇപ്പോൾ 2026 പറഞ്ഞാൽ അവർ ഇയർ ഓഫ് AI എന്നാണ് സൗദി അറേബ്യയിൽ ഒഫീഷ്യലി തന്നെയാണ് പറയുന്നത്. പിന്നെ അതിൽ നമുക്ക് പറയാൻ പറഞ്ഞാൽ എല്ലാ സെക്ടറിലും ഇപ്പം ബാങ്കിങ്, ഗവൺമെൻറ് ആയാലും ബാങ്കിങ്, ഹെൽത്ത് കെയർ, ഇൻഷുറൻസ്, എന്താ പറയുക മാനുഫാക്ചറിങ്, ഡിസ്ട്രിബ്യൂഷന്, എല്ലായിടത്തിലും ഡിജിറ്റൽ ഫസ്റ്റ് എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റ് വന്നിട്ടുണ്ട്. പണ്ട് എന്ന് പറഞ്ഞാൽ ബേസിക്കലി പ്രൊഡക്ഷൻ ഉണ്ടാക്കുക കൊടുക്കുക എന്നല്ലാതെ ഇപ്പം ആൾക്കാർക്ക് വേണ്ടത് ആ ഡിജിറ്റൽ ഫസ്റ്റ്, അങ്ങോട്ടാണ് ആൾക്കാർ പോകുന്നത്. അപ്പോൾ കമ്പനീസും അതിലേക്ക് മൂവ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഗവൺമെൻറ് ആണെങ്കിൽ ഓൾറെഡി ഇപ്പോൾ നമുക്കറിയാം, നമ്മൾ യൂസ് ചെയ്യുന്ന വിസ, എക്സിറ്റ് റീ എൻട്രി അല്ലെങ്കിൽ ട്രാഫിക് ഫൈൻസിനൊക്കെ യൂസ് ചെയ്യുന്ന മീൻസ് അബ്ഷീർ ഫുൾ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ്. നമ്മൾ അബ്ഷീർ പ്ലാറ്റ്ഫോം തന്നെ ഏകദേശം 300+ സർവീസുകൾ ഓൾറെഡി എന്താ പറയുക ഡിജിറ്റലി ഓട്ടോമേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് GCCയിൽ മാത്രമല്ല വേൾഡിൽ തന്നെ നമ്പർ 1 ആണ്. അത്രയും അധികം ഓട്ടോമേറ്റ് ചെയ്ത
മീൻസ് ഗവൺമെന്റ് സർവീസ് അത്രയും ഓട്ടോമേറ്റ് ചെയ്തൊരു കൺട്രിയിൽ ഉണ്ടാവുമോ എന്നറിയില്ല. അപ്പം നല്ലൊരു പുഷ് അങ്ങോട്ടും വരുന്നുണ്ട്, ആൾക്കാരും മൂവ് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പം നമുക്ക് ആ ട്രാൻസ്ഫോർമേഷനെ കഴിഞ്ഞ 10-15 കൊല്ലമായിട്ട് നല്ല രീതിയിൽ എല്ലാ സെക്ടറിലും കാണാൻ പറ്റും. ഇപ്പോൾ ബാങ്കിങ്ങിലാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം ഒരു മിനിറ്റിൻ്റെ ഉള്ളിൽ അക്കൗണ്ട് തുറക്കാം, ട്രാൻസ്ഫർ ചെയ്യുക. ഇൻഷുറൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഏത് പോളിസി വേണം, മീൻസ് എല്ലാത്തിലും നമുക്ക് സീംലെസ് ആയിട്ട് നമുക്ക് നമ്മളെ ലൈഫ് വളരെ എളുപ്പമാണ്. ആ ബിസിനസ് ഓണേഴ്സ് എന്നുള്ള രീതിയിൽ അവർ ഈ ടെക്നോളജിക്ക് അനുസരിച്ച് അഡാപ്റ്റ് ചെയ്തിട്ട് അതിന് നല്ല അവയർനെസ് ഉണ്ടാവണം. അഡാപ്റ്റ് ചെയ്തിട്ട് അവർ മൂവ് ചെയ്താൽ ഒരുപാട് നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസ് സൗദി അറേബ്യയിൽ ഉണ്ടല്ലേ. ബേസിക്കലി ടു സമ്മറൈസ്, നമ്മളെ ഗവൺമെന്റ് തന്നെ ഒരു വിഷൻ 2030 എന്നുള്ള രീതിയിൽ ഗവൺമെന്റ് തന്നെ ഒരു ലീഡ് എടുത്തിട്ടുണ്ട്. രണ്ടാമത് IT എന്നുള്ളത് സാധാരണ ഒരു ഡിപ്പാർട്ട്മെന്റ് നിന്ന് മാറിയിട്ട് ബിസിനസിനെ ഫോർ ഫ്രണ്ട് നിന്ന് ലീഡ് ചെയ്യുന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരുന്ന രീതിയിലേക്ക് IT ഇവോൾവ് ചെയ്തിട്ടുണ്ട്. മൂന്നാമത്തെ കാര്യം പറയുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ബിസിനസ് പേഴ്സണൽ ഡിസിഷൻ മേക്കിംഗ് പേഴ്സൺ മാറ്റിയിട്ട് ഡാറ്റ ഡ്രിവൺ ആയിട്ട് മാറിയിട്ടുണ്ട്. പിന്നെ ഓട്ടോമേറ്റഡ് ആയിട്ടുണ്ട്. അപ്പം ഇതില് നമുക്കറിയാം ഗവൺമെന്റ് വളരെ വളരെ ഇന്റലിജന്റ് ആയിട്ടും വളരെ ടൈം കൺസ്യൂം ചെയ്തിട്ട് ഡിസിഷൻ എടുത്തിട്ട് ഇങ്ങനെ ട്രാൻസ്ഫോം ചെയ്യാണ്. ഒരു സൈഡിൽ വലിയ കമ്പനീസ് MNCs ഇതേ ലീഡ് എടുക്കുന്നുണ്ട്. ഇതിൽ സാധാരണ കുറേ ആൾക്കാരുണ്ടാവും നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഉള്ള വെൻഡേഴ്സ്, റെസ്റ്റോറൻറ്റ്സ്, അല്ലെങ്കിൽ ഈവൻ വെജിറ്റബിൾ വെൻഡേഴ്സ്. ഇവർക്കിപ്പം ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ അവർ നോക്കിക്കാണാണ്. ഓഫ് കോഴ്സ് അവർക്ക് അപ്ഷറും അതുപോലെ എയർപോർട്ടിലുള്ള ആ ഒരു ഓൺ ബോർഡിംഗ് അവർക്ക് എന്താണ് ഇതിൽ ചെയ്യാൻ പറ്റുക? സാധാരണ ബിസിനസ് അല്ലെങ്കിൽ ഒരു SME സെഗ്മെന്റിലുള്ള ഒരാൾക്ക് എങ്ങനെയാണ് ഒരു പക്ഷേ ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ നോക്കിക്കാണുന്ന ഒരാൾക്ക് എന്താണ് നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ളത്? SME സെഗ്മെന്റാണ് ടെക്നോളജി ഒരു സൈഡിൽ എന്താ പറയുക മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. കുറേ പേര് കുറേ സംഭവങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ഒരു സംഭവം എന്ന് വെച്ചാൽ ഇവര് അവയർനെസ് ആണ് ഇതിന്റെ മെയിൻ സംഭവം. ടെക്നോളജിന്റെ അവയർനെസ് വളരെ നിർബന്ധമാണ്. അതായത് എല്ലാ ടെക്നോളജിയും കലക്കി കുടിച്ച് പഠിക്കുക എന്നുള്ളതല്ല, എന്താണ് നമ്മളെ ബിസിനസ്സിൽ തന്നെ ഫോക്കസ് ചെയ്യുക. എന്താണ് ബിസിനസ്സിലുള്ള പ്രോബ്ലംസ്, നമ്മളെ ബിസിനസ്സിൽ എന്താണ് പ്രോബ്ലംസ് എന്ന് ഐഡന്റിഫൈ ചെയ്യുക. ചിലപ്പോൾ അത് എന്താ പറയുക സെയിൽസ് കൂടുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ എന്താ പറയുക റവന്യൂ ലോസ് ഉണ്ടാവും, എംപ്ലോയിന് പ്രൊഡക്ടിവിറ്റി ട്രാക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ, ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവും. ഈ പ്രോബ്ലംസ് ഐഡന്റിഫൈ, ഇപ്പോൾ ഏത് പ്രൊഡക്റ്റും അല്ലെ സൊല്യൂഷൻ ഉണ്ടാകുന്ന ആ പ്രോബ്ലംസിന്റെ സൊല്യൂഷനാണ്. അപ്പോൾ ഈ പ്രോബ്ലംസ് ഐഡന്റിഫൈ ചെയ്തിട്ട് അതിനാവശ്യമുള്ള ടെക്നോളജി സ്ലോലി ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിപ്പോൾ എന്താ പറയുക ഒരുപാട് പൈസ കൊടുത്തിട്ട് കുറേ ടെക്നോളജി വാങ്ങുക എന്നുള്ളതല്ല. ബേസിക്കലി അതൊരു ചെറിയ ചെറിയ സ്റ്റെപ്പായിട്ട് എടുക്കുക. അതായത് ആദ്യം ഒരു പ്രോസസ്സിലൂടെ പോയിട്ട് ആദ്യം ഒന്ന് സോൾവ് ചെയ്യുക, എന്നിട്ട് അടുത്തത് സോൾവ് ചെയ്യുക. അപ്പോൾ സോൾവ് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ നോക്കണം. നമ്മളെ ബിസിനസ് അടുത്ത ഒരു 10 yearsൽ എവിടെ എത്തുന്നത് ഒരു ഗോൾ ഉണ്ടാവണം. ഗോൾ സെറ്റ് ചെയ്തിട്ട്, അതായത് എന്തായാലും ബിസിനസ് ഒരു വിഷൻ ഉണ്ടാവും, ആ ഒരു ഗോൾ സെറ്റ് ചെയ്തിട്ട്. അപ്പോൾ നമ്മൾ ടെക്നോളജി എടുക്കുമ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ നോക്കണം. അതായത് നമ്മളെ ടെക്നോളജി ഇപ്പോൾ അടുത്ത 10 കൊല്ലത്തേക്ക് സ്കെയിൽ ചെയ്യാൻ പറ്റുന്ന ടെക്നോളജി ആണോ നോക്കണം. അല്ലാതെ നമ്മൾ ഇത് വാങ്ങിയിട്ട് അടുത്ത കൊല്ലം പിന്നെയും മാറ്റാന്ന് പറയുമ്പോൾ പിന്നെയും ഇഷ്യൂ ഉണ്ടാവും. പിന്നെ ടെക്നോളജിൻ്റെ ഒരു വേറെ സംഭവം വെച്ചാൽ ഡിസ്കണക്റ്റഡ് ടെക്നോളജീസ് ഒരു പ്രശ്നമാണ്. കാരണം ഒരു സ്ഥലത്ത് ഇപ്പോൾ ഒരു ERP ഉണ്ടാവും, അവരേക്കും അക്കൗണ്ട്സ് ചെയ്യുക, നാളെ അവന് ചിലപ്പം HR ആവശ്യം ഉണ്ടാവും. അപ്പോൾ വേറെ ആൾ വന്നിട്ട് നല്ലൊരു സെയിൽസ് പ്രസന്റേഷൻ ഒക്കെ നടത്തി ചിലപ്പം എന്താ പറയുക നല്ല എക്സൈറ്റഡ് ആവും, ഡെമോ ഒക്കെ കൊടുക്കും. അത് ഇവർ വന്നിട്ട് സ്വിച്ച് ചെയ്യും, മനസ്സിലായില്ലേ? അപ്പോൾ അവിടെ ഒരു HR ആയി. പിന്നെ അടുത്ത ആൾ വന്ന് CRM വരും, അവരും ഇതാക്കും. അപ്പോൾ ഇതിൻ്റെ ഒക്കെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ എന്താ പറയുക ഡിസ്കണക്റ്റഡ് സിസ്റ്റംസ് ആവരുത്. ഇതെല്ലാം ചിലപ്പോൾ എക്സിസ്റ്റിംഗ് സിസ്റ്റത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമായിരിക്കും. അപ്പോൾ അതും കൂടി ഒന്ന് ഇതാക്കുന്നു. ടു സമ്മറൈസ്, നമ്മളെ ബിസിനസ്സിനെ ടെക്നോളജിക്ക് വേണ്ടി അഡോപ്റ്റ് ചെയ്യാണ്ട് ബിസിനസിന്റെ ഒരു റിക്വയർമെന്റ് നോക്കിയിട്ട് പ്രോബ്ലംസ് ഐഡന്റിഫൈ ചെയ്തിട്ട് അത് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടും സ്കെയിലബിൾ ആയിട്ടും നമുക്ക് എന്തൊക്കെ ചേഞ്ച് കൊണ്ടുവരിക എന്നുള്ള രീതിയിൽ നമ്മളൊരു ഡിജിറ്റൽ ഓഡിറ്റ് നടത്തി അതിനൊരു ചേഞ്ച് ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളത് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് അല്ലേ? ഈ ഡിജിറ്റൽ ഓഡിറ്റിന്റെ ഒരു സംഭവം എന്ന് വെച്ചാൽ ഇപ്പോൾ ഇതാണ് എല്ലായിടത്തും ഒരു ഇഷ്യൂ ഉള്ളത്. നമ്മൾ ഇപ്പോൾ ഒരു കമ്പനിയിൽ പോയാൽ കുറേ സിസ്റ്റംസ് ഉണ്ടാവും. ചിലപ്പോൾ എക്സിസ്റ്റിംഗ് സിസ്റ്റംസ് തന്നെ എന്തൊക്കെ ഉള്ളതെന്നുള്ള അവിടെ IT ഡിപ്പാർട്ട്മെന്റിന് അറിയില്ലാവില്ല, അല്ലെങ്കിൽ മാനേജ്മെന്റിന് അറിയില്ലാവില്ല. അപ്പോൾ ഒരു ഡിജിറ്റൽ ഓഡിറ്റ് നിർബന്ധമാണ്. അപ്പോൾ നിങ്ങൾ തന്നെ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് എക്സിസ്റ്റിംഗ് സിസ്റ്റം ഉണ്ടാവും, ഒരു ERP ഓൾറെഡി ഉണ്ടാവും. ആ ERPയിൽ ഏകദേശം എല്ലാ സിസ്റ്റംസും ഉണ്ടാവും, അല്ലെങ്കിൽ അതിലേക്ക് ആഡ് ഓൺ ചെയ്യാൻ പറ്റും. അപ്പോൾ നാളെ വന്നിട്ട് പുതിയൊരു സിസ്റ്റം വാങ്ങും, ഇവിടെയുള്ള ഓഡിറ്റ് നടത്താതെ. അപ്പോൾ ഇപ്പം നമ്മൾ എന്താ വെച്ചാൽ ഏത് ടെക്നോളജി ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം പ്രോബ്ലംസ് ഐഡന്റിഫൈ ചെയ്ത് എന്താന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ
നമ്മളൊരു ഓഡിറ്റ് നടത്തണം. ആ കമ്പനിയിൽ എന്തൊക്കെയാണ് എക്സിസ്റ്റിംഗ് ഉള്ളത്, അതിലേതെങ്കിലും റീയൂസ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഏതെങ്കിലും ചിലപ്പോൾ കോൺഫിഗറേഷനോ ചിലപ്പോൾ എന്താ പറയുക കറക്റ്റ് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടാവില്ല. ഇതൊക്കെ ആയിരിക്കും ചില സ്ഥലത്ത് എന്താ ഇഷ്യൂ വെച്ചാൽ സിസ്റ്റംസ് ഉണ്ടാവും, എംപ്ലോയീസിന് ട്രെയിനിങ് കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ ഇതൊക്കെ അറിയാം. നമ്മളൊരു ഡിജിറ്റൽ ഓഡിറ്റ് നടത്താതെ പുതിയ ഒരു സാധനം വാങ്ങുമ്പോൾ കോസ്റ്റ് കൂടാനുള്ള പോസിബിലിറ്റിയാണ്, മനസ്സിലായില്ലേ? അപ്പോൾ സിസ്റ്റം ബേസിക്കലി ചിലപ്പം ഈസിനെസ് ബേർഡൻ ആകാനും സാധ്യതയുണ്ട് കറക്റ്റ്ലി ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ലെങ്കിൽ. അപ്പോൾ ഒരു ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ്റെ ഒരു ജേർണി എന്ന് പറഞ്ഞാൽ ബേസിക്കലി അവിടെ ഒരു കുറേ സിസ്റ്റംസ് ഇംപ്ലിമെന്റ് ചെയ്യല്ല, അതൊരു എന്താ പറയുക എംപ്ലോയീസിൻ്റെയും അവിടുത്തെ പ്രോസസ്സിൻ്റെ ഒരു ബ്ലെൻഡാണ്. അവിടെ പ്രോബ്ലംസ് ഐഡന്റിഫൈ ചെയ്യുന്ന ഈ എംപ്ലോയീസിന് ഇതെല്ലാം നോക്കിയിട്ട് എന്താണ് നമുക്ക് വേണ്ടതെന്നുള്ളത് നോക്കിയിട്ടാണ് ട്രാൻസ്ഫോർമേഷൻ ആ ജേർണി കൊണ്ടുവരല്. നമ്മളിപ്പോൾ കുറേ സിസ്റ്റം കൊണ്ടുവന്ന ഇഷ്യൂ എന്താ വെച്ചാൽ എംപ്ലോയീസിന് പ്രോപ്പർ ട്രെയിനിങ് കൊടുത്തിട്ടില്ലെങ്കിൽ അത് അവിടെ കിടക്കും, അല്ലേ? ഇപ്പോൾ ഇവിടെ അടുത്ത് വരുന്നത് വെച്ചാൽ ആമസോണിൽ അവർ AI ഒരു വലിയൊരു ഓട്ടോമേഷൻ പ്രോജക്റ്റ്, ട്രാൻസ്ഫോർമേഷൻ പ്രോജക്റ്റ് ചെയ്തപ്പം അവരെന്താ ചെയ്യുന്നത് വെച്ചാൽ ആദ്യം എംപ്ലോയീസിന് കംപ്ലീറ്റ് ഈ സിസ്റ്റത്തിനെ കുറിച്ച് ട്രെയിനിങ് കൊടുത്തു. അപ്പോൾ എംപ്ലോയീസ് ഓൾറെഡി അഡാപ്റ്റായി ഈ ടെക്നോളജിക്കും ഈ സിസ്റ്റത്തിനും. അപ്പോൾ എന്താ സംഭവിച്ചാൽ അവർ പറയുന്നത് വെച്ചാൽ ഏകദേശം 90% പ്രൊഡക്ടിവിറ്റി കൂട്ടിയതാണ്. നമ്മളെന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ കുറേ സിസ്റ്റം വാങ്ങും, എംപ്ലോയീസിന് ട്രെയിനിങ് കറക്റ്റ് കൊടുക്കില്ല. ചിലപ്പോൾ സിസ്റ്റം വാങ്ങി കഴിഞ്ഞിട്ടേക്കും ട്രെയിനിങ് ഒക്കെ തുടങ്ങുന്നത്. ചിലപ്പോൾ എംപ്ലോയീസ് ചിലപ്പോൾ ഇതിന് എന്താ പറയുക അലൈൻഡ് ആയിരിക്കില്ല. അപ്പോൾ ഇതൊക്കെ ലോസ് ആണ്. അതേപോലെ തന്നെയാണ് ഈ ഡാറ്റ. അതായത് നമ്മളിപ്പോൾ നമ്മളെ കമ്പനിയിലുള്ള ഡാറ്റ ചിലപ്പം ABC ആയിരിക്കും, പുതിയ സിസ്റ്റത്തിൽ ചിലപ്പോൾ അത് എന്താ പറയുക XYZ ആയിരിക്കും. ഈ ട്രാൻസ്ഫോർമേഷൻ എന്തായാലും ചെയ്യണം. ഇതെങ്ങനെ ചെയ്യണം, എങ്ങനെ ചെയ്യാൻ പറ്റുമോ, ചിലപ്പോൾ ചെയ്യാൻ പറ്റിയെന്നാവില്ല. കുറെ സിസ്റ്റം വാങ്ങിയിട്ടേക്ക് മനസ്സിലാവുക ഓക്കെ ഈ സാധനം ഇതിന് പറ്റില്ല എന്ന് മനസ്സിലാവുക. അപ്പോൾ അതാദ്യം ചെയ്തു കഴിഞ്ഞാൽ ഈ ട്രാൻസ്ഫോർമേഷൻ വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ നമ്മൾ ആ ജേണി എന്താ പറയുക സ്മൂത്ത് ആവണമെങ്കിൽ അതിന് പ്രോപ്പർ ട്രെയിനിങ് വേണം, പ്രോപ്പർ പ്ലാനിങ് വേണം, അതിനൊരു ഓണർ വേണം. അങ്ങനത്തെ ഒരു പ്രോസസ്സിലൂടെ കടന്നു പോയാലേ ഇത് സക്സസ്ഫുൾ ആവുള്ളൂ. ഇതെന്നു വെച്ചാൽ സ്റ്റഡി പ്രകാരം എന്താ പറയുക ഏകദേശം 50% to 70% സക്സസ് റേറ്റ് കുറവാണ് ഈ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ പല സ്ഥലത്തും. അതിൻ്റെ റീസൺസ് ഇതാണ്. നമ്മളൊന്ന് ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാലും എന്താ പറയുക അതിന് എന്താ പറയുക മോണിറ്റർ ചെയ്യാൻ ആൾ വേണം, അതിന് KPIs വേണം, എംപ്ലോയീസിന് കണ്ടിന്യൂസ് ട്രെയിനിങ് കൊടുക്കുക. അപ്പോൾ ഇതൊരു നേരത്തെ പറഞ്ഞ പോലെ ബ്ലെൻഡാണ്. ടെക്നോളജി മാത്രം ഒരു സ്ഥലത്ത് ഉണ്ടായി വിചാരിച്ചിട്ട് ഒന്നും സക്സസ്ഫുൾ ആവില്ല. അവിടുത്തെ ആൾക്കാർ എന്താ പറയുക സ്റ്റേക്ക് ഹോൾഡേഴ്സ് പ്ലസ് പ്രോസസ് അതിനനുസരിച്ച് അലൈൻഡ് ആയിരിക്കണം. അപ്പോഴാണ് ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോസസ്സ് ഉണ്ടാവുന്നത്. രണ്ട് സിനാരിയോ ഞാനും നോട്ട് ചെയ്തത്, ഒന്ന് വളരെ ലീഡിങ് ആയിട്ടുള്ള ഒരു ഫോബ്സിലൊക്കെ വരുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ അവർ പെട്ടെന്ന് SAP ഇംപ്ലിമെന്റ് ചെയ്തു, SAP സക്സസ് ഫാക്ടേഴ്സ്. അത് SAP ഒരുപാട് കമ്പനീസിൽ സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്തുകൊണ്ടിരുന്ന ഒരു പാക്കേജാണ്. പക്ഷേ ഈ ഒരു ഡിവിഷനെ സംബന്ധിച്ചിടത്തോളം അവിടെയുള്ള എംപ്ലോയീസ് കുറേ കാലമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു 10-20 വർഷം ആയിട്ട് ഫീൽഡിലുള്ള അല്ലെങ്കിൽ ഒരു 30 വർഷമായിട്ടുള്ള അവർക്ക് ഈ ഒരു ഷിഫ്റ്റ് അങ്ങോട്ട് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അവരുടെ പ്രോസസ്സൊക്കെ ഒരു ദിവസം ഒരു കംപ്ലീറ്റ് ഹോൾട്ടിലേക്ക് വന്നു. കാരണം ഇതിന്റെ പ്രോസസ്സ് ശരിക്കും നിങ്ങൾ പറഞ്ഞ പോലെ ട്രെയിനിങ് കൊടുക്കാത്തത് കൊണ്ട് എന്ത് ചെയ്തു കംപ്ലീറ്റ് ഇവർക്ക് എങ്ങനെ ഇത് യൂസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇതിന്റെ ഡെലിവറി നോട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബിസിനസ് ഫ്ലോ, ഇപ്പോൾ ഇൻവോയ്സ് എങ്ങനെ ജനറേറ്റ് ചെയ്യേണ്ടത്, അതിന്റെ അപ്രൂവൽ ഫ്ലോ അങ്ങനെ ഇതൊന്നും അവർക്ക് അറിയില്ല. അപ്പം നിങ്ങൾ പറഞ്ഞ പോലെ ഒരുപക്ഷെ പിന്നെ ഈ നല്ലൊരു ആപ്ലിക്കേഷനാണ്, പക്ഷെ ഇതിന്റെ ഈ കൺസൾട്ടൻസ് അതിന്റെ ഇംപ്ലിമെന്റേഴ്സ് അവർക്ക് പ്രോപ്പർ ട്രെയിനിങ് കൊടുക്കാണ്ടിരിക്കുമ്പോൾ ജെല്ലാവാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കറക്റ്റ്. ഇതുപോലെ വേറൊരു കേസ്, അടുത്ത വർഷം IPOക്ക് പോകാനുള്ള ഒരു സൗദി കമ്പനിയാണ്. അവർക്ക് ഓൾറെഡി SAP B1 ഇംപ്ലിമെന്റ് ചെയ്തു. അവരുടെ ഫ്ലീറ്റ് വേറൊരു ഇതുണ്ട്, ഫ്ലീറ്റ് മാനേജ്മെന്റ് വേറെ സിസ്റ്റം ഉണ്ട്, HR ലോക്കലൈസ്ഡ് ആയിട്ടൊരു സിസ്റ്റം ഉണ്ട്, അതുപോലെ വേറെ 1-2 സിസ്റ്റങ്ങൾ ഉണ്ട്. ഇപ്പൊ ഇവരെ വിഷയം എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഇതെല്ലാം കൂടെ മാനേജ് ആവുന്നില്ല. രണ്ടാമത് ഇതൊന്നും ഇന്റഗ്രേറ്റഡും അല്ല. അവരിപ്പോഴും അക്കൗണ്ട്സ് അതായത് അവരുടെ ഫ്ലീറ്റിന്റെ റിപ്പോർട്ട്സ് സെപ്പറേറ്റ്. അപ്പോൾ ഈയിടെ ഇപ്പം അടുത്ത് എൻ്റെ ഒരു സുഹൃത്താണ്, അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ഇതെല്ലാം കൂടെ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു സിസ്റ്റമാണ്. അതായത് ദേ നീഡ് ദ സിസ്റ്റം ടു കമ്മ്യൂണിക്കേറ്റ് സീംലെസ് ഈച്ച് അതറായിട്ട് വളരെ സീംലെസ് ആയിട്ടുള്ള ഒരു. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു, കാരണം ഇവർ ദേ ഡിഡ്ന്റ് ഡു എനിത്തിങ് റോങ്, അവർ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്, ട്രാൻസ്ഫോം ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. പക്ഷെ ഇതിൽ എനിക്ക് തോന്നുന്നത് നമ്മൾ നാട്ടിലൊക്കെ വീടുണ്ടാക്കുമ്പോൾ ഒരു ആർക്കിടെക്ട് ആദ്യം പോയി കാണുന്ന അതേ ഒരു മെക്കാനിക്സ് ഇവിടെ അഡോപ്റ്റ് ചെയ്യണം. അതേപോലെ തന്നെയാണ്. അതായത് നമുക്കൊരു ഫുള്ള് പ്ലാൻ ഇല്ലാതെ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ പറഞ്ഞ പോലെ ഈ ഡിസ്കണക്റ്റഡ് സിസ്റ്റം ഇവിടെ ഏകദേശം എല്ലാ കമ്പനീസിലും ഇഷ്യൂ ആണ്. HR-ലൊന്ന്, അക്കൗണ്ട്സിനൊന്ന്, പല പല സിസ്റ്റംസ് ആണ്. ഇതിപ്പോൾ എങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടതെന്ന് പോലും അവർക്ക് അറിയില്ല. ഇപ്പോൾ ഡാറ്റ എൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ മൾട്ടിപ്പിൾ സിസ്റ്റത്തിൽ ഒരേ സാധനം ഇവർ എൻട്രി ചെയ്യുന്നുണ്ട്. ഇവിടെ ഏതാണ് സോഴ്സ് ഓഫ് ട്രൂത്ത് എന്നുള്ളതും ഇതൊക്കെ ഒരു ഇഷ്യൂ ആണ്. അപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ നല്ലൊരു പ്ലാനിങ്ങോട് മാത്രമേ ഇത് അപ്രോച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ നല്ല സക്സസ്ഫുൾ ആവുള്ളൂ സംഭവം. ഇപ്പം ട്രാൻസ്ഫോർമേഷൻ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. കുറെ പേര് അത് ലോസ് സഫർ ചെയ്തിട്ടും അല്ലെ സക്സസ് ടേസ്റ്റ് ചെയ്തുകൊണ്ട് അവർ മുമ്പോട്ടും പോകുന്നുണ്ട്.
ഇതിൻ്റെ അടുക്ക് ഇപ്പം മാറുന്ന ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷനിലും അതിൻ്റെ ആക്സസറീസും അതുപോലെ അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ കോസ്റ്റും ഷൂട്ടപ്പ് ചെയ്യുന്നുണ്ട്. ചില കമ്പനീസ് അതിൻ്റെ കോസ്റ്റ് നിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എംപ്ലോയീസിനെ ലേ ഓഫ് ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി IT പോലത്തെ 3.5 ടൈംസ് പാസീവ് എംപ്ലോയ്മെൻറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സെഗ്മെൻറ്റിൽ ഇങ്ങനെ ലേ ഓഫ് വരുമ്പോൾ ഇവിടെയുള്ള IT പ്രൊഫഷണൽസ്, അതായത് പിന്നെ ലോവർ സെഗ്മെൻറ്റ് ടു ടോപ്പ് സെഗ്മെൻറ്റിന് എന്തൊക്കെ ചെയ്യാൻ പറ്റും അവർക്ക് സർവൈവ് ചെയ്യാൻ, അല്ലെങ്കിൽ അവർക്ക് ഈ ഒരു ചേഞ്ചിനനുസരിച്ചിട്ട് അവർക്ക് എങ്ങനെ അവർക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഒരു തോട്ടാണ്. നിങ്ങൾ പറഞ്ഞ കറക്റ്റ്. ഈ IT-ൻ്റെ മീൻസ് ഇൻഫ്രയിൽ ബേസിക്കലി കോസ്റ്റ് നല്ലോണം കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ പബ്ലിക് സെക്ടർ കമ്പനീസ് അവർക്ക് എന്തായാലും പ്രോഫിറ്റ് കാണിക്കേണ്ടി വരും. ഇൻഫ്രാസ്ട്രക്ചർ കോസ്റ്റ്ലി ആയതുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം NVIDIA എല്ലാം നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഈ കോസ്റ്റ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ പറയുക, കമ്പനീസ് ഓട്ടോമേഷനിലേക്ക് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങും. എംപ്ലോയീസിന്റെ പണി ഒരു സൈഡിൽ എന്താ പറയുക ചെറിയ ലേ ഓഫ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ ഇതിനെന്ന് വെച്ചാൽ ഇത് രണ്ടും കൂടി കോപ്പപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഓട്ടോമേഷനും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ IT സെഗ്മെന്റിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ അപ്ഡേറ്റഡ് ആയിരിക്കുക എന്നുള്ളൂ. കംഫർട്ട് സോൺ എന്നുള്ളതിൽ നിന്ന് ഒരു ഗ്രോത്ത് സോണിലേക്ക് മൂവ് ചെയ്യണം. എന്താണെന്ന് വെച്ചാൽ എന്താണ് ഇവിടെ നടക്കുന്നതെന്നുള്ള എന്തായാലും മനസ്സിലാക്കണം. എന്നാലും മാത്രമേ അവർക്ക് പിടിച്ചിരിക്കാൻ കഴിയുള്ളൂ. അപ്പൊ അതാണ് ഒരു സംഭവം. നല്ലൊരു മെസ്സേജാണ്. അതായത് കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്തിട്ട് ഗ്രോത്ത് സോണിലേക്ക് മൂവ് ചെയ്യാം. ഓക്കെ, ചേഞ്ച് ഓർ ഡൈ. ചേഞ്ച് ഓർ ഡൈ അതന്നെ സംഭവം. ഓക്കെ, അപ്പം ചെറിയ കമ്പനീസ്, അഗെയിൻ നമ്മളെ കൂടുതൽ വ്യൂവേഴ്സും ചെറിയ കമ്പനീസ് അല്ലെ SMEs അല്ലെങ്കിൽ സൗദി അറേബ്യയിൽ പുതുതായിട്ട് ഓൺബോർഡ് ചെയ്യപ്പെട്ട കുറേ ബിസിനസ് ഓണേഴ്സാണ് നമ്മുടെ വ്യൂവേഴ്സിൽ കൂടുതലുള്ളത്. അതുപോലെ ഇവിടെ കുറച്ച് കാലമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കുറേ ബിസിനസ് ആൾക്കാർ, സെയിൽസിൻ്റെ ആൾക്കാർ, പ്രൊഫഷണൽസ്, ഇവർക്കൊക്കെ ഇനി അടുത്തൊരു 5 വർഷം അല്ലെ ഒരു 10 വർഷത്തേക്ക് ഇവിടെ സസ്റ്റെയിൻ ചെയ്യണമെങ്കിൽ എന്തൊക്കെയായിരിക്കാം ഇപ്പോൾ ഓൾറെഡി 2-3 പോയിന്റ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. എന്നാലും ഒരു പേഴ്സണൽ ബേസിൽ നോക്കി കാണുമ്പോൾ ഒരുപാട് കോഴ്സുകൾ അവൈലബിൾ ആണ്, ഒരുപാട് ടൂൾസ് ഇങ്ങനെ വരുന്നുണ്ട് അല്ലെ. ഓരോ ദിവസം നോക്കുമ്പോൾ പുതിയ ഇപ്പൊ ഗൂഗിൾ തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഗൂഗിൾ തന്നെ തുടങ്ങും. ഇപ്പം വിസ്ക് തുടങ്ങി, കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് സ്ലോ ആക്കി മാറ്റി. അതെ, കുറച്ച് കഴിയുമ്പോൾ അത് അതെ, ഇത് കാണാൻ പറ്റും. പക്ഷെ ഇതിന്റെ ഇടയ്ക്ക് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ നോട്ട് ചെയ്തത്, ചെറിയ ടൂൾസുകൾ ഡെവലപ്പ് ചെയ്യുന്ന കമ്പനീസ് അവർ തോന്നും ഇത് ശരിക്കും റെലവൻ്റ് ആണോ എന്നുള്ള ഒരു ചോദ്യം വരും. ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈയുടെ അടുത്തായിട്ടൊരു ന്യൂസ് കണ്ടു. മോഷൻ VFX എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പിളിൻ്റെ ഫൈനൽ കട്ട് പ്രോന് ചെറിയൊരു ടൂൾ ഡെവലപ്പ് ചെയ്യുന്ന കമ്പനിയാണ്. ഒരു 30-40 പേരടങ്ങുന്ന ചെറിയ പോളണ്ട് ബേസ്ഡ് കമ്പനി. ആ കമ്പനീനെ ആപ്പിൾ കംപ്ലീറ്റ് ആയിട്ട് അക്വയർ ചെയ്തു. രണ്ടാമത്തെ കാര്യം, ഇതിൽ ഫസ്റ്റ് വന്നത്, അതായത് ഒരു 20 ആൾക്കാർ ആപ്പിൾ ഡയറക്റ്റ് ജോയിൻ ചെയ്തിട്ട് വർക്ക് ചെയ്യണം. അതായത് കോണ്ടന്റ് ക്രിയേഷൻ ആപ്പിൾ വളരെ സീരിയസ് ആയിട്ടാണ്. ഫൈനൽ കട്ട് പ്രോ അതൊരു വൺ ടൈം ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആയിരുന്നു. അപ്പോൾ ഇങ്ങനെ ചെറിയ ചെറിയ ടൂൾസ് വളരെ സ്പെസിഫിക് ആയിട്ട്, വളരെ ഫോക്കസ്ഡ് ആയിട്ടുള്ള നിഷ് ഫോക്കസ് ചെയ്തിട്ട് ഡെവലപ്പ് ചെയ്യുന്ന ടൂളുകൾ ഇപ്പോഴും വളരെ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതിന് വലിയ ജൈൻസ് അതിനൊരു വാല്യൂ കാണുന്നുണ്ട്, അതിനെ ടേക്ക് ഓവർ ചെയ്യുന്നുണ്ട്, അല്ലെ അക്വയർ ചെയ്യുന്നുണ്ട്. ഇതേപോലെ തന്നെ സൗദിയിലും അല്ലെങ്കിൽ ലോകത്തിൻ്റെ ഏത് ഭാഗത്തും ചെറിയ ചെറിയ ടൂളുകൾ, അതായത് അവർ വളരെ ഫോക്കസ്ഡ് ആയിരിക്കണം. ഞാൻ ഒരു മീ-ടു പ്രൊഡക്റ്റ് എന്നുള്ള രീതിയിൽ നിന്ന് മാറിയിട്ട്, ഇത് എൻ്റെ ഒരു ഒബ്സർവേഷനാണ്, നമ്മൾ ഒരു ചെറിയ പ്രൊഡക്റ്റ് ആണെങ്കിൽ വളരെ എഫക്റ്റീവ്ലി നമ്മൾ അത് കേറ്റർ ചെയ്തിട്ട് കറക്റ്റ് ഡിജിറ്റലി അത് ആൾക്കാരെ അവെയർ ആക്കി ഡിജിറ്റലി പ്രസന്റ് ചെയ്യുമ്പോൾ ദർ ഈസ് എ ടേക്കേഴ്സ്. അപ്പോൾ അത് കൂടാണ്ട് ഈ പ്രൊഫഷണൽസിനെയും അതുപോലെ ഇങ്ങനത്തെ ചെറിയ ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യുന്നതിന് ഇനിയും മാർക്കറ്റ് ഉണ്ടോ എന്നുള്ളത് ഒന്ന് വാലിഡേറ്റ് ചെയ്യാൻ പറ്റുമോ നിങ്ങളുടെ സൈഡിൽ നിന്ന്? നമുക്കറിയാം ഇതിപ്പോൾ ഒരു AI ഏറയാണ്. അപ്പം ഒരുപാട് സംഭവങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, സോഫ്റ്റ്വെയർസ് ഒരുപാട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആൾക്കാർ കൺഫ്യൂസ്ഡ് ആണ് എന്താണ് ഉപയോഗിക്കേണ്ടത് എന്താണെന്നുള്ളത്. പക്ഷെ നമ്മളെ ചെറിയ ടൂൾസിന് ഇപ്പോഴും നല്ല സ്കോപ്പ് ഉണ്ട്. ബേസിക്കലി നമ്മളിപ്പം ഏത് കമ്പനിയിൽ ചെന്നാലും നമ്മൾ ഉണ്ടാക്കിയ ഒരു കസ്റ്റമേഴ്സ് എന്താ പറയുക, ഒരു പ്രൊഡക്റ്റ് ചിലപ്പം അവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അവർക്ക് അവരുടെ യുണീക്ക് പ്രോബ്ലംസ് സോൾവ് ചെയ്യാന്നുള്ളൂ. അപ്പോൾ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള സംഭവങ്ങൾക്ക് ഇപ്പോഴും എനിക്ക് തോന്നുന്നു നല്ല ചാൻസ് ഉണ്ടെന്ന്. കാരണം നമ്മൾ എന്താ പറയുക, അവരെ പ്രോബ്ലം സോൾവ് ചെയ്യുമ്പം ബേസിക്കലി അതിൻ്റെ ഒരു വാല്യൂ ഉണ്ടാവും. അതൊരിക്കലും അവർക്ക് റീപ്ലേസ് ചെയ്യാനും പറ്റില്ല. അപ്പം അതാണ് അതിൻ്റെ ഒരു ഇത്. പിന്നെ നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും കസ്റ്റമേഴ്സിനെ മുമ്പിൽ വെച്ചിട്ടായിരിക്കും ചെയ്യുന്നത്. കസ്റ്റമർ ഫസ്റ്റ് എന്നുള്ളതാണ്. അപ്പോൾ അവരെ പ്രോബ്ലംസ് സോൾവ് ചെയ്തിട്ട് അതിനൊരു വാല്യൂ ഉണ്ടാക്കി കൊടുക്കുക. നമ്മളെ പ്രൊഡക്റ്റിന് USP വേണമെന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ എന്തായാലും എനിക്കൊണ്ട് ഈ മാർക്കറ്റിൽ പിടിച്ചു നിൽക്കാൻ പറ്റും സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്നവർക്ക്. ചുരുക്കി പറഞ്ഞാൽ അവരുടെ നീഡ്
വളരെ കെയർഫുള്ളി ഇവാലുവേറ്റ് ചെയ്തിട്ട് അവർക്ക് വാല്യൂ കിട്ടുന്ന രീതിയിൽ അവരെ ഈ പറഞ്ഞ നിങ്ങളിപ്പം പറഞ്ഞ ഒരു ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന സ്ഥലത്തൊക്കെ അവരെ പെയിൻ ഏരിയസ് അഡ്രസ്സ് ചെയ്തുകൊണ്ട് ഒരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യാൻ സ്റ്റിൽ അതിനിപ്പോഴും ചാൻസ് ഉണ്ട് അല്ലേ? ഓക്കെ ഓക്കെ, വെരി ഗുഡ്. അതൊരു നല്ലൊരു, കാരണം മാർക്കറ്റിൽ നിന്ന് നമ്മൾ വാങ്ങുന്ന വലിയ സിസ്റ്റംസിന് ചിലപ്പോൾ ഇത് ചെയ്യാൻ പറ്റിയെന്നില്ല. ആ സിസ്റ്റംസ് യൂസ് ചെയ്താലും ഒരുപാട് പൈസ കൊടുത്ത് വാങ്ങുന്ന കോസ്റ്റ് കൊടുത്തുള്ള സംഭവമായിരിക്കും. അതിൻ്റെ എന്താ പറയുക 5% യൂസ് ചെയ്യുള്ളൂ നമ്മൾ. അതിനേക്കാളും നല്ലത് ചിലപ്പോൾ ഇതായിരിക്കും. ചെറിയ എന്താ പ്രോഡക്ട്സിന് ചിലപ്പം ഈ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ പറ്റും കസ്റ്റമേഴ്സിന്. ഇതിൽ പണ്ട് നമ്മളൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, ഞാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ വളരെ പണ്ടല്ല, ഓൾമോസ്റ്റ് ഒരു 15 വർഷം മുമ്പൊക്കെ VB ആയിരുന്നു എല്ലാവരും യൂസ് ചെയ്ത്. IBM മെയിൻ ഫ്രെയിംസ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെയുള്ള ആപ്ലിക്കേഷൻ്റെ ഒരു UI ഒക്കെ ഡിഫറെൻ്റ് ആയിരുന്നു. പിന്നെയാണ് .NET-ലേക്കും അത് ഞാൻ വളരെ ബേസിക് ആയിട്ടുള്ള സംസാരിക്കുന്നത്. അപ്പം എനിക്കിപ്പോൾ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടെന്ന് വിചാരിക്കുക, ഒരു CRM സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ അല്ലെ ഒരു VB ബേസ്ഡ് ഒരു ആപ്ലിക്കേഷൻ. അത് കുറേ കാലമായിട്ട് ഒരു ഫോർ എക്സാമ്പിൾ ഒരു 40-50 കസ്റ്റമേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്, അവർ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ എനിക്ക് ഒന്നുകിൽ അതിൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ അഡാപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ അത് വെച്ച് തന്നെ മുമ്പോട്ട് പോകാം. ഇപ്പം ഇതിൽ പല ആൾക്കാരും ഇപ്പോഴും ഞാൻ കണ്ട വളരെ ക്ലോസ് സർക്കിളിലുള്ള ആൾക്കാർ ഇപ്പോഴും അത് വെച്ചിട്ട് തന്നെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ വരുമ്പോഴുള്ള ഒരു ചാലഞ്ചസ് നിങ്ങൾ വളരെ ഒരു പേഴ്സണൽ എന്നുള്ള ഒരു ലെവലിൽ നോക്കി കാണുമ്പോൾ, അല്ലെങ്കിൽ എങ്ങനെയാണ് അത് നിങ്ങൾക്ക്? ഇതിൽ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇപ്പോഴുള്ള ആൾക്കാർ ഒന്ന് മാറാനുള്ള ഒരു പേടി ഉണ്ടാവും, ടെക്നോളജി ഭയങ്കര കോസ്റ്റ്ലി ആണോ എന്നുള്ളത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ടെക്നോളജി ഇറ്റ്സെൽഫ് ഒരു കോസ്റ്റ്ലി അല്ല, കോസ്റ്റ്ലി ഉള്ള സാധനങ്ങളുണ്ട്, എല്ലാത്തും. ഇപ്പം പണ്ട് നമ്മൾ ഒരു സിസ്റ്റം വാങ്ങുമ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവിടെ ഒരു ഫിസിക്കൽ സെർവർ വേണം, എന്താ പറയുക, ആ സോഫ്റ്റ്വെയർ കംപ്ലീറ്റ് വാങ്ങണം. അത് കോസ്റ്റ്ലി ആയിരുന്നു. അങ്ങനെയാണ് കുറേ പേര് ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്ത് വെച്ച്. പക്ഷേ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ, ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ ക്ലൗഡ് സോഫ്റ്റ്വെയർസ് ഒരുപാട്, സബ്സ്ക്രിപ്ഷൻ ബേസ്ഡ് സോഫ്റ്റ്വെയർസ് ഒരുപാട് അവൈലബിൾ ആണ്. ചെറിയ ചെറിയ AI ടൂൾസ് അവൈലബിൾ ആണ്. ഇത് വെച്ചിട്ട് തന്നെ ചിലപ്പോൾ നമ്മൾ ചെയ്യുന്ന ഈ കോംപ്ലക്സ് സാധനങ്ങൾ ചിലപ്പോൾ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഒറ്റയടിക്ക് മാറ്റണം എന്നില്ല. ഓരോരോ ഏരിയ പെയിൻ പോയിന്റ് ഫേസസ് ആയിട്ട് അത് സ്ലോലി അത് മാറ്റിയാൽ മതി. അപ്പോൾ ഇത് എന്താ വെച്ചാൽ നമ്മൾ ആ പേടിച്ച് നിന്നാൽ എന്താ സംഭവം വെച്ചാൽ നമ്മൾ ചിലപ്പോൾ കോമ്പറ്റീറ്റർ, നമ്മൾ സിസ്റ്റംസ് ഔട്ട്ഡേറ്റഡ് ആകാനും ഇവിടെ പോസിബിലിറ്റി ഉണ്ട്. ചിലപ്പോൾ ഒന്നെങ്കിൽ നമുക്ക് ആ സിസ്റ്റം ട്യൂൺ ചെയ്താൽ മതി, അതിന് കപ്പാസിറ്റി കൂട്ടുക, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്യുക, അപ്ഗ്രേഡ് ചെയ്യുക, അല്ലെങ്കിൽ പുതിയ സിസ്റ്റംസ് ആയിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യുക ആവശ്യമുള്ള സംഭവങ്ങൾ. ഫോർ എക്സാമ്പിൾ ഒരു എക്സിസ്റ്റിംഗ് എന്താ പറയുക, നിങ്ങൾ പറഞ്ഞ പഴയ ലെഗസി .NET സിസ്റ്റമാണ്. അവിടെ പ്രശ്നം എന്താ വെച്ചാൽ അതിനൊരു കസ്റ്റമർ ഇപ്പം എന്താ വെച്ചാൽ എല്ലാവരും മൊബൈൽ ആപ്പും നോട്ടിഫിക്കേഷനും വാട്സാപ്പ് ബോട്ടുകളൊക്കെയാണ്. അപ്പോൾ എന്താ സംഭവം, ഇപ്പം നമുക്കത് ഒരു എന്താ പറയുക API വെച്ച് കോൾ ചെയ്ത് ഡാറ്റ ഒരു സ്ഥലത്തേക്ക് പുഷ് ചെയ്തിട്ട് പുതിയ സിസ്റ്റംസ് ആയിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പം നമ്മൾ അവിടെയുള്ള എന്താ പറയുക എല്ലാം റീപ്ലേസ് ചെയ്യണമെന്നില്ല. നമുക്ക് എന്താ വെച്ചാൽ ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ട്. അത് കറക്റ്റ്ലി ആയിട്ട് അപ്പോൾ നാളെ എന്താ പ്രശ്നം വെച്ചാൽ ആരെങ്കിലും സെയിൽസിൻ്റെ ആൾ വന്ന് പുതിയൊരു സോഫ്റ്റ്വെയർ ഇതെല്ലാം ഉണ്ട്, ഇതെല്ലാം റീപ്ലേസ് ചെയ്യുമ്പോൾ അവിടെയാണ് ഇത് കോസ്റ്റ് കൂടുന്നത്. അതിൻ്റെ ആവശ്യമില്ല. എക്സിസ്റ്റിംഗ് സിസ്റ്റം തന്നെ യൂസ് ചെയ്തിട്ട് നമുക്ക് പുതിയ പുതിയ ചെറിയ ടൂൾസ് ആയിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് സിമ്പിളായിട്ട് ഈ വാട്സാപ്പ് ആയിട്ടൊക്കെ എളുപ്പത്തിൽ ഡാറ്റ ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. പഴയ സിസ്റ്റത്തിൽ നിന്ന് പുഷ് ചെയ്യുക, അതൊരു സ്ഥലത്തേക്ക് പുഷ് ചെയ്തിട്ട് അവിടുന്ന് എന്താ പറയുക നോട്ടിഫിക്കേഷൻ അയക്കുക, അല്ലെ ആപ്പായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും, ഇവരുടെ പ്രോഡക്ട്സ് വേണമെങ്കിൽ ഓൺലൈൻ ആക്കാൻ പറ്റും. ഇതെല്ലാം ഇപ്പോൾ പോസിബിൾ ആണ്. അപ്പോൾ നമ്മൾ എന്താ പറയുക ഇത് പോസിബിൾ അല്ലാന്ന് വെച്ചാൽ ഈ സിസ്റ്റം കംപ്ലീറ്റ് മാറ്റാൻ നിൽക്കുമ്പോഴാണ് കോസ്റ്റ് കൂടുന്നത്. അവിടെ ഒരു പ്രശ്നം വരും. അപ്പോൾ പിന്നെ അതിന് ട്രെയിനിങ് വേണ്ടി വരും. അതൊക്കെ ഒരു കോസ്റ്റാണ്. ട്രെയിനിങ്, എംപ്ലോയീസിന്റെ എന്താ പറയുക റെസിസ്റ്റൻസ് ഉണ്ടാവും, ഇനോവേഷൻ ഉണ്ടാവും അവിടെ. അവിടുത്തെ എക്സിസ്റ്റിംഗ് പ്രോസസ്സ് മാറ്റേണ്ടി വരും. ലാസ്റ്റ് എന്താ വെച്ചാൽ ഇതൊരു ബേർഡൻ ആകാനും സാധ്യത ഉണ്ട്. അപ്പോൾ എല്ലാം കൂടി മാറ്റേണ്ട ഒരു ആവശ്യമില്ല. ഏകദേശം കാറ്റർ ചെയ്യാൻ പറ്റും. അടുത്തൊരു 5 years 10 years ഇത് ഓക്കെ ആണ്, നമ്മളെ ബിസിനസ്സിന് ഓക്കെ ആണെങ്കിൽ നമ്മൾ മാറ്റേണ്ട ആവശ്യമില്ല. നമ്മൾ പുതിയ സിസ്റ്റംസ് ചെറിയ ചെറിയ ടൂൾസ് ആയിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ട് നമ്മളും ഓൺലൈൻ ആവുക. അപ്പോൾ നേരത്തെ നിങ്ങൾ പറഞ്ഞ പോലെ ഈ ഡിജിറ്റൽ പ്രസൻസ് ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ വളരെ നിർബന്ധമാണ്. ആ പ്രസൻസ് ഇല്ലെങ്കിൽ നമ്മൾ ഔട്ടാവും. ഇപ്പൊ നമ്മളിപ്പോ റീറ്റെയിൽ സ്റ്റോർ അല്ലെങ്കിൽ പെർഫ്യൂം ബ്രാൻഡ് ആണെങ്കിൽ നമ്മൾ പണ്ടത്തെ പോലെ ഒരു സ്ഥലത്ത് പോയിട്ട് ഷോപ്പിട്ട് നിന്നിട്ട് എവിടെയും ആരും അറിയില്ല. ഒന്നെങ്കിൽ അവർ എന്താ പറയാ, അവർ ഡിജിറ്റൽ വെബ്സൈറ്റ് വേണ്ടി വരും, ചിലപ്പോൾ ഇ-കൊമേഴ്സ് സ്റ്റോറുകൾ വേണ്ടി വരും, എന്നാലേ എത്തുള്ളൂ. പിന്നെ പറഞ്ഞ ആൾക്കാർ വാങ്ങുമ്പം അവർ കസ്റ്റമർ റിവ്യൂസ് നോക്കും, ഒരു ഫീഡ്ബാക്ക് സിസ്റ്റം ഉണ്ടോ നോക്കും, ഗൂഗിളിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടോ നോക്കും. അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ നിർബന്ധമാണ്. നമ്മളിത് ചെയ്തിട്ടില്ലെങ്കിൽ ഔട്ട് ആവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ നമ്മളടുത്തൊരു ഔട്ട്ഡേറ്റഡ് സിസ്റ്റം ഉണ്ട് എന്ന് വിചാരിച്ചാൽ നമ്മൾ ടെൻഷൻ അടിച്ചിരിക്കേണ്ട ആവശ്യമില്ല. ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ട്. എക്സിസ്റ്റിംഗ് ടെക്നോളജി യൂസ് ചെയ്തിട്ട് ഇൻറ്റഗ്രേഷൻസ് പോസിബിൾ ആണ്. ഡിജിറ്റൽ പ്രസൻസ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ ചെയ്യാൻ പറ്റും. ഇപ്പോഴത്തെ AI ടൂൾസും ചെറിയ സിസ്റ്റംസ് മതിയാവും. അങ്ങനെ ചെയ്യുന്നതായിരിക്കും എൻ്റെ അഭിപ്രായത്തിൽ നല്ലത്. ഫേസസ് ആയിട്ട് ചെയ്യുന്നത് നല്ലത്. പ്രത്യേകിച്ചും നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും, പഴയ സിസ്റ്റം ഏതൊരു ആപ്ലിക്കേഷനും
ഒരു ഇവോൾവ് ചെയ്ത് വരുന്നതാണ് കുറേ. അപ്പം പഴയ സിസ്റ്റംസ് ജനറലി ഒരു സ്റ്റേബിൾ ആയിരിക്കും. അവർക്കത് പുതിയ സിസ്റ്റം അവർ പെട്ടെന്ന് ഓൺ ബോർഡ് ചെയ്യും. അതിൽ കുറേ കസ്റ്റമൈസേഷൻ വന്നു കഴിയുമ്പോൾ അതിന്റെ സ്റ്റെബിലിറ്റിയും കൺസിസ്റ്റൻസിയും ഒക്കെ ഒരുപാട് സഫർ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ ഒരു ട്രാൻസിഷൻ പീരീഡ് നല്ല സമയം എടുക്കും. നല്ല സമയം എംപ്ലോയീസ് ചിലപ്പോൾ റെസിസ്റ്റൻസ് ഉണ്ടാവും. അങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടാവും. നോളജ് ട്രാൻസ്ഫർ ഇഷ്യൂ ഉണ്ടാവും. ഡാറ്റ ചിലപ്പോൾ ട്രാൻസ്ഫോം ചെയ്യേണ്ടി വരും. അപ്പൊ അവിടെ വരുമ്പോ എന്താ വെച്ചാൽ ലാസ്റ്റ് ഇവര് കമ്പനീസ് ബ്ലീഡ് ചെയ്യാൻ തുടങ്ങും, കോസ്റ്റ് കൂടും. അപ്പൊ ലാസ്റ്റ് ടെക്നോളജിനെ കുറ്റം പറയും. കറക്റ്റ്. അപ്പൊ അതിന് നമുക്ക് മാറ്റിയെടുക്കാന്നാണ് നല്ലത്. ഓക്കെ. ഇപ്പോൾ അധികം ആപ്ലിക്കേഷൻസ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പം പഴയതൊക്കെ HR-ലൊക്കെ അവർ മാനുവലി ആയിരുന്നു അപ്ഡേറ്റ് ചെയ്യുക. ഫോർ ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പോൾ ഇക്കാമ ഒരു 500-600 എംപ്ലോയീസ് ഉള്ള ഒരു കമ്പനി ആണെങ്കിൽ എന്തായാലും വർക്കിംഗ് ഡേയ്സ് നോക്കി കഴിഞ്ഞാൽ 356 ദിവസമാണ് ഒരു ആവറേജ്. അപ്പോൾ അതിൽ തന്നെ 2 ദിവസം ഹോളിഡേയ്സ് കഴിഞ്ഞാൽ 600 എംപ്ലോയീസ് ഒരുമിച്ചല്ല ഓൺ ബോർഡ് ആയിട്ടുണ്ടാവുക. അപ്പം ഓൺ എ ആവറേജ് ബേസിസ് ഓരോ ദിവസവും ഒരു ഇക്കാമ റിന്യൂവൽ ഉണ്ടാവാം എന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് മുതാദ് ഇൻ്റഗ്രേഷൻ ചെയ്യുമ്പോൾ അവിടെ ഇൻ്റഗ്രേറ്റഡ് ആവും. അവിടെ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ തന്നെ സിസ്റ്റത്തിൽ അപ്ഡേറ്റ് ആണ്. അപ്പോൾ ഒരു ടാസ്ക് അവിടെ ഗവൺമെന്റ് പോർട്ടലായിട്ട് ഇപ്പം ഷമീം തന്നെ ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. പിന്നെ ബാങ്ക് തന്നെ പണ്ടൊക്കെ നമ്മൾ അൽറജിയിൽ നിന്നൊക്കെ നാട്ടിലേക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ആ ഒരു റേറ്റ് മാത്രമേ കാണിക്കൂ. ഇപ്പം നമുക്ക് കോമ്പറ്റീറ്റേഴ്സിന്റെ റേറ്റ് വരെ ബാങ്ക്സ് APIs എക്സ്പോസ് ചെയ്തിട്ടുണ്ട്. അതെ, അപ്പോൾ ഒരുപാട് പോസിബിലിറ്റീസ് ഇതിൽ കാണുന്നുണ്ട്. അപ്പോൾ ഒരു സമ്മറൈസ് ചെയ്യണമെങ്കിൽ ഈ ടെക്നോളജീൻ്റെ ഒരു എവല്യൂഷനുമായിട്ട് നമ്മളും അവെയർ ആയിരിക്കുക. അതിൻ്റെ ശരിക്കും ഇൻഡെപ്ത് ആയിട്ട് ബിസിനസ് മനസ്സിലാക്കിയിട്ട് ആ ബിസിനസ്സിന് ആപ്റ്റ് ആകുന്ന രീതിയിൽ അതിനെ ട്രാൻസ്ഫോം ചെയ്യുന്ന വെൻഡേഴ്സിന് ദർ ഇസ് സ്റ്റിൽ എ ചാൻസ് ആൻഡ് ദേ ഹാവ് ചാൻസ്, റൈറ്റ്? ഓക്കെ. ഷെമ, ഇവിടെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു പുതിയ കേറ്ററിംഗ് കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ, അപ്പോൾ അവർക്ക് സിമ്പിളായി യൂസ് ചെയ്യാൻ പറ്റുന്ന AI ടൂൾസ് അല്ലെ ആപ്ലിക്കേഷൻ എന്നുള്ള രീതിയിൽ, ആപ്ലിക്കേഷൻ എല്ലാവർക്കും ഫെമിലിയർ ആയിരിക്കും. എന്നാലും എന്തൊക്കെയാണ് ഷമീംക്കയുടെ ഒരു പെർസ്പെക്റ്റീവിൽ നമുക്ക് എന്താണ് അതിൽ പുതുതായിട്ടൊക്കെ നമുക്ക് കൊണ്ടുവരാൻ പറ്റുക? സൗദിയിൽ നിങ്ങൾ പറഞ്ഞ പോലെ ഇങ്ങനത്തെ കുറേ നമ്മളെ കമ്മ്യൂണിറ്റിയിൽ ഒരുപാട് ഇങ്ങനെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നു. ഒരുപാട് കമ്പനീസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ AI വന്നുകൊണ്ട് പ്രത്യേകിച്ച് സൗദി അറേബ്യയിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അവരെ ബിസിനസ് ഓട്ടോമേറ്റ് ചെയ്യാൻ. ഇപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ നിങ്ങൾ പറഞ്ഞ പോലെ കാറ്ററിംഗ് കമ്പനി എടുക്കുകയാണ്. ഒരു കാറ്ററിംഗ് കമ്പനി കുറച്ച് ആൾക്കാർ സൗദിയിലെത്തി. അവർക്ക് എന്താ പറയുക, AI ഉപയോഗിച്ച് ഇനീഷ്യലി എന്താ പറയുക, നമുക്ക് മാർക്കറ്റ് റിസർച്ച് നടത്താം, കോമ്പറ്റീറ്റർ അനാലിസിസ് നടത്താം, പിന്നെ ബ്രാൻഡ് സ്ട്രാറ്റജി ബിൽഡ് ചെയ്യുക. ഇതൊക്കെ ഇപ്പോൾ AI ക്ലൗഡിലോ ChatGPT-ലൊക്കെ ചെയ്യാൻ പറ്റും. അതേപോലെ വൺസ് സ്ട്രാറ്റജി ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റേജ് പറഞ്ഞാൽ എന്താണ്, ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യുക, ലോഗോ ക്രിയേറ്റ് ചെയ്യാൻ. കാരണം ഇതിനൊക്കെ എക്സ്റ്റേണൽ ഏജൻസിനെ യൂസ് ചെയ്യാം. പക്ഷേ MVP സ്റ്റേജിൽ ഇതെല്ലാം ചിലപ്പോൾ ചെറിയ ബിസിനസ് ഓണേഴ്സിന് ചിലപ്പോൾ പോസിബിൾ ആയിരിക്കും. കാരണം ഓരോന്നിനും കോസ്റ്റാണ്. അപ്പോൾ ഒരു ലോഗോ ക്രിയേറ്റ് ചെയ്യുക. ഇനിയിപ്പോൾ വെബ്സൈറ്റ് ആണെങ്കിൽ ഇപ്പോൾ ലവബിൾ എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം ഉണ്ട്, വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുക, സോഷ്യൽ മീഡിയ ചാനൽസ് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ഇതിനൊക്കെ ഇപ്പോൾ AI ടൂൾസുകൾ അവൈലബിൾ ആണ്. വൺസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ എന്താ പറയുക, മാർക്കറ്റിംഗ് സെഗ്മെന്റുകൾ നോക്കുകയാണെങ്കിൽ ഒരുപാടുണ്ട് ടൂൾസ്. അപ്പോൾ നമ്മളിപ്പം ഒരു സ്റ്റാർട്ട് ചെയ്ത് ബ്രാൻഡ് സ്ട്രാറ്റജി ഇതെല്ലാം ആയി, ലോഗോ ആയി, വെബ്സൈറ്റ് ആയി, കമ്പനി രജിസ്റ്റർ ചെയ്ത് ഇത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്താ പറയുക, എംപ്ലോയീസിനെ ഓൺബോർഡ് ചെയ്യാം. എംപ്ലോയീസ് ഇവിടെ പ്രശ്നം എന്താ വെച്ചാൽ ഒരുപാട് CVs വരും, മനസ്സിലായില്ലേ? ചിലപ്പം 500-1000 ഒക്കെ വന്നു വരും. ഇത് എങ്ങനെ ഫിൽട്ടർ ചെയ്യും? ഇപ്പോൾ AI വെച്ചിട്ട് 1000 ഉള്ള ഒരാൾ മാനുവലി ഇത് പോസിബിൾ അല്ല. അത് സ്കാൻ ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ AI വെച്ച് 5 മിനിറ്റ് കൊണ്ട് സ്കാൻ ചെയ്തിട്ട് നമുക്ക് റെലവെന്റ് ആയിട്ടുള്ള CVs അവിടെ ഫിൽട്ടർ ചെയ്യാൻ പറ്റും. വളരെ എളുപ്പമാണ്. വൺസ് ഫിൽട്ടർ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഓൺബോർഡിംഗ് പ്രോസസ്സ് അതിലും ശരിക്കും AI യൂസ് ചെയ്യാൻ പറ്റും. വളരെ ഹെൽപ്ഫുൾ ആണ്. നിങ്ങൾക്ക് അറിയാം, HR-ലൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഓൺബോർഡ് ചെയ്യുക. പിന്നെ പറഞ്ഞാൽ എംപ്ലോയി പ്രൊഡക്ടിവിറ്റി മോണിറ്ററിങ്, ഇതിനൊക്കെ ഇപ്പോൾ AI ഉണ്ട്. പ്രൊഡക്ടിവിറ്റി ട്രാക്ക് ചെയ്യാൻ പറ്റും, മോണിറ്ററിങ് സൊല്യൂഷൻസ് ഉണ്ട്. ഇവിടൊക്കെ AI നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റും. ഇനി വൺസ് ഇപ്പോൾ ഓൺബോർഡ് ചെയ്ത് ഒരു കമ്പനി ആയി, എംപ്ലോയീസ് ആയി, ഇത് കഴിഞ്ഞാൽ എന്താ അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ലീഡ്സ് വരാം. മീൻസ് മാർക്കറ്റിംഗ് ആണ്. മാർക്കറ്റിംഗ് ഉണ്ടാവും. മാർക്കറ്റിംഗിൽ നിങ്ങൾക്കറിയാം സോഷ്യൽ മീഡിയ, ഡിജിറ്റൽ പ്രസൻസ് വളരെ ഇമ്പോർട്ടൻറ്റ്. നമ്മൾ നേരത്തെ വെബ്സൈറ്റ് ക്രിയേറ്റ് ആയി, ഓക്കെ. ഇനി എന്താ, വെബ്സൈറ്റിലെ ബോട്ടുകൾ, AI ബോട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, അല്ലെ വാട്സാപ്പ് ബോട്ടുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ലീഡ്സ് നമുക്ക് അവിടെ നിന്ന് തന്നെ ക്യാപ്ചർ ചെയ്യാൻ പറ്റും AI ഉപയോഗിച്ചിട്ട്. വൺസ് ക്യാപ്ചർ ചെയ്ത്, അതായത് ഡിജിറ്റൽ ചാനൽസ് എന്നുള്ളത് ഈസി ആയിട്ട് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. പണ്ട് എന്താ സംഭവം വെച്ചാൽ ഓരോന്ന് ഇമെയിലിലേക്ക് വരുന്നത്, എന്താ പറയാ, ഇതെല്ലാം സെപ്പറേറ്റ് ചെയ്ത് ആരും ട്രാക്ക് ചെയ്യുന്നില്ല, ഫോളോ അപ്പ് ചെയ്യുന്നില്ല, പ്രിന്റ് ചെയ്യുന്നില്ല. ഈ എല്ലാ ചാനൽസിൽ നിന്ന് നമുക്ക് ഇപ്പോൾ ഒറ്റ സ്ഥലത്തേക്ക് ഒരു സെൻട്രലൈസ്ഡ് CRM-ലേക്ക് ഫീഡ് ചെയ്യാൻ പറ്റും. അവിടുന്ന് AI ഉപയോഗിച്ചിട്ട് തന്നെ അത് തന്നെ റാങ്ക് ചെയ്യാൻ പറ്റും, മനസ്സിലായില്ലേ? ഫോളോ അപ്പ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇമെയിൽ വന്നാൽ തന്നെ നമുക്ക് എല്ലാ ഇമെയിലും റിപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ AI ഉപയോഗിച്ചിട്ട് നിങ്ങൾക്കറിയാം ഓട്ടോമാറ്റിക് റിപ്ലൈ ചെയ്യാൻ പറ്റും. ആ റിപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമ്മളെ പ്രൊഡക്ട്സ്, നമ്മളിപ്പോൾ കാറ്ററിംഗ് കമ്പനി ആണെങ്കിൽ നമ്മൾ എന്തൊക്കെയാണ് സർവീസ് കൊടുക്കുന്നത്, പ്രൈസിങ്, ഇതൊക്കെ ഓട്ടോമാറ്റിക്കലി അവർക്ക് തന്നെ റിപ്ലൈ ചെയ്യാൻ പറ്റും. ഈ റിപ്ലൈ ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഒരു അപ്പോയിൻമെന്റ് ഷെഡ്യൂൾ ചെയ്യാൻ തന്നെ പറ്റും. ഷെഡ്യൂൾ ചെയ്ത് കോൾ ഇനീഷ്യേറ്റ് ചെയ്യുക, വിർച്വൽ ഏജൻസ് വെച്ചിട്ട്.
അപ്പം സ്റ്റാർട്ടിങ് മുതൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, എല്ലാം ടൂൾസ് അവൈലബിൾ ആണ്. അപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് നോക്കിക്കഴിഞ്ഞാൽ അതൊരു സെപ്പറേറ്റ് ഏരിയയാണ്. കണ്ടന്റ് ക്രിയേഷൻ, അതായത് സോഷ്യൽ മീഡിയയിലുള്ള കണ്ടന്റ് ഏതാണ് ഹാഷ്ടാഗ് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ളത്, ഇതെല്ലാം അനലൈസ് ചെയ്യാൻ നമുക്ക് പറ്റും. analyse ചെയ്യാൻ പറ്റും. എന്നിട്ട് കണ്ടന്റ് വേണേൽ ChatGPT ക്ലോഡിൽ ജനറേറ്റ് ചെയ്യാൻ പറ്റും. കണ്ടന്റ്സ് പോസ്റ്റ് ചെയ്യാൻ ഇപ്പോൾ അടുത്തൊരു 30 ഡേയ്സിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടന്റ് കലണ്ടേഴ്സ് ക്രിയേറ്റ് ചെയ്യാം. ഓട്ടോമാറ്റിക്കലി ഇപ്പോൾ സ്പ്രൗട്ട്സ് സോഷ്യൽ എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം ഒക്കെ ഉണ്ട്, ഓട്ടോമാറ്റിക്കലി അതന്നെ പോസ്റ്റ് ചെയ്തോളൂ. അപ്പോൾ നിങ്ങളൊരു ഡിജിറ്റൽ സർവീസ് കമ്പനീനെ ചിലപ്പോൾ ഹയർ ചെയ്യേണ്ടി വരുന്നുണ്ടാവില്ല ഇനീഷ്യലി, നിങ്ങൾക്ക് തന്നെ ഇതൊക്കെ ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് എന്താ പറയുക, അതിൻ്റെ അനാലിസിസ്, സോഷ്യൽ മീഡിയയിലുള്ള അനാലിസിസ് AI ചെയ്യാൻ പറ്റും. അത് വെച്ചിട്ട് നിങ്ങൾക്ക് റെക്കമെൻഡേഷൻ ചെയ്യാൻ പറ്റും. അതൊരു എൻറ്റയർലി അതന്നെ ഒരു ഇറ്റ്സെൽഫ് ഭയങ്കര ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു ഏരിയ ആണ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ വാട്സപ്പ് ബോട്ടുകളൊക്കെ ക്രിയേറ്റ് ചെയ്യുക, ലീഡ്സ് ക്യാപ്ചർ ചെയ്യുക. ഇനിയിപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ലീഡ്സ് വന്ന് കഴിഞ്ഞ് വിചാരിച്ചോ, ഇപ്പോൾ പ്രപ്പോസൽ നിങ്ങൾക്ക് അറിയില്ല, ഒരു പ്രപ്പോസൽ ഉണ്ടാക്കാൻ ആ കമ്പനീനെ കുറിച്ച് ആദ്യം പഠിക്കണം. ആ കമ്പനിയെ പഠിച്ചിട്ട് പ്രപ്പോസൽ ചിലപ്പോൾ 2-3 ദിവസങ്ങൾ എടുക്കും നല്ലൊരു പ്രപ്പോസൽ ഉണ്ടാക്കാൻ. ഇപ്പം എന്ന് പറഞ്ഞാൽ 5 മിനിറ്റിനോ അവരെ വെബ്സൈറ്റും കൊടുക്കുക, നമ്മളെ ആ പ്രൈസിങ് സ്ട്രക്ചറും കൊടുത്ത പ്രപ്പോസൽ 5 മിനിറ്റിനുണ്ടായി. പ്രപ്പോസൽ അയക്കുന്ന അതിന് ഓട്ടോമാറ്റിക് റിപ്ലൈ നമുക്ക് കൊടുക്കാൻ പറ്റും. റിപ്ലൈ വന്നാൽ ഇതൊക്കെ നമുക്ക് അവിടുന്ന് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ സൗദി അറേബ്യയിൽ വളരെ റെലവെൻ്റ് ആയിട്ടുള്ള ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ യൂസ് ചെയ്യാൻ പറ്റുന്ന, ഇപ്പോൾ ഇവിടെ അറബിക് കണ്ടൻസ് ആണ് മെയിനായിട്ട്. ഇപ്പോൾ അപ്പോൾ നേരത്തെ നമ്മൾ പ്രപ്പോസൽ അയക്കുമ്പോൾ അത് ചിലപ്പം അറബിക് ആയിരിക്കാൻ വേണ്ടി വരും, ചിലപ്പോൾ NDA ഡോക്യുമെന്റ്സ് ഉണ്ടാവും, അറബിക് ആയിരിക്കും. അപ്പോൾ ഇപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മൾ അത് അറബിക് മീൻസ് അത് പഠിച്ചുണ്ടാക്കി ചിലപ്പോൾ PDF ഡോക്യുമെന്റ്സ് ഒക്കെ ഉണ്ടാവും, ഈ കോൺട്രാക്ച്വൽ ഡോക്യുമെന്റ്സ് ഉണ്ടാവും, ഇതൊക്കെ പഠിച്ച് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇതൊരു വലിയൊരു പ്രോസസ്സാണ്. അപ്പോൾ പണ്ട് ഗൂഗിൾ ട്രാൻസ്ലേഷൻ്റെ ഒരു പ്രശ്നം, ലിമിറ്റേഷൻ എന്താണെന്ന് വെച്ചാൽ അക്യൂറസിൻ്റെ ഒരു ഇഷ്യൂ. AI വന്നതിന് ശേഷം എന്ന് വെച്ചാൽ ഇപ്പോൾ ഗൂഗിൾ LLM കൊടുത്താൽ ഒരു 100 പേജുള്ള ഡോക്യുമെന്റ് അറബിക് ഉള്ളത്, അതിൻ്റെ പോയിന്റ്സ് നമുക്ക് ആവശ്യമുള്ള ലാംഗ്വേജിൽ അതിൻ്റെ പോയിന്റ്സ് കിട്ടും, ആൻസർ ചെയ്യും. അപ്പോൾ അത് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. ആ ലാംഗ്വേജ് ബാരിയർ എനിക്ക് തോന്നുന്നു AI ടൂൾസ് വെച്ചിട്ടും ഒരുപാട് മാറിയിട്ടുണ്ട്. അത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അതേപോലെ ഇനിയിപ്പം HR ഫിനാൻസിൽ, ഓപ്പറേഷൻസിൽ, ഇവിടെയൊക്കെ നമുക്ക് നല്ല ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ കാറ്ററിംഗ് കമ്പനിയാണ്, ആ ഒരു ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത് അവിടെ ഓപ്പറേഷൻസിൽ ഇഷ്യൂ എന്ന് വെച്ചാൽ അവിടെ അക്കൗണ്ട്സിൽ ചിലപ്പോൾ ഫ്രോഡ് ഡിറ്റക്ഷന് അതിന് യൂസ് ചെയ്യുക. പിന്നെ നമുക്ക് പ്രെഡിക്റ്റീവ് അനാലിസിസ് ചെയ്യാൻ പറ്റും, സപ്ലൈ ഫോർകാസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതിനൊക്കെ AI ഓൾറെഡി അവൈലബിൾ ആണ്. അപ്പോൾ ചെറിയ ചെറിയ ടൂൾസ് മതി, നമ്മൾ വലിയ വലിയ സിസ്റ്റംസ് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ട. നമുക്ക് ഒരുപാട് ഇങ്ങനത്തെ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇതെല്ലാം കഴിഞ്ഞാലും ബേസിക്കലി നമ്മളെ കമ്പനീൻ്റെ ഒരു ഓവർവ്യൂ കിട്ടാൻ ബേസിക്കലി ഒരു AI ഇൻ്റഗ്രേറ്റഡ് ഡാഷ്ബോർഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ബിസിനസ് ഓണേഴ്സിന് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. അവിടെയുള്ള റിയൽ ടൈം ആയിട്ട് എംപ്ലോയീസിൻ്റെ പ്രൊഡക്ടിവിറ്റി ട്രാക്ക് ചെയ്യുക, ഏത് പ്രൊഡക്ട്സ് ആണ് ടോപ്പ് സെല്ലിംഗ് പ്രൊഡക്ട്സ് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക, പ്രെഡിക്റ്റീവ് അനാലിസിസ് നടത്തുക. ഇതെല്ലാം ഒരു 360 ഡിഗ്രി വ്യൂവിൽ നമുക്കൊരു ഡാഷ്ബോർഡിലേക്ക് ആക്കി കിട്ടിയാൽ ബേസിക്കലി ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമ്മൾ പറയുന്നത് വെച്ചാൽ ഇത് AI ടൂൾസ് ഓരോ ബിസിനസ് സ്പെസിഫിക് ആണ്. ഞാൻ ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ എടുത്ത കാറ്ററിംഗ് കമ്പനീനെ എടുത്ത് നോക്കിയാൽ ഏകദേശം 50ഓളം ചെറിയ ടൂൾസുകൾ യൂസ് ചെയ്യാൻ പറ്റും. നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. മനസ്സിലായി. ഇപ്പോഴും ഒരുപാട് ടൂൾസുകൾ അവൈലബിൾ ആണ്. അപ്പം ഈ സാധാരണ ആൾക്കാർക്ക് വീണ്ടും കമ്മിങ് ബാക്ക് ടു ഒരുപാട് ഇതിനെപ്പറ്റി അത്ര എക്സ്പോസ്ഡ് അല്ലാത്ത, അത്ര ടെക്നോളജിക്ക് അത്ര ആക്സസ് ഇല്ലാത്ത ഒരു കമ്മ്യൂണിറ്റി, വലിയൊരു കമ്മ്യൂണിറ്റി ഇപ്പോഴും ഇവിടെ ഉണ്ട്. ശരിക്കും അതൊരു റിയാലിറ്റിയാണ്. അപ്പോൾ അവർക്കിപ്പോൾ ഒരു ഗൈഡൻസ് വേണം. അപ്പോൾ അവരൊരു CRM, ഞാൻ തന്നെ കണ്ടിട്ടുണ്ട്. നമ്മൾ RBGCയുടെ ഒരു മീറ്റിങ്ങിന് പുറത്ത് വന്നിരിക്കുമ്പോൾ ഒരാൾ എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, ഏതാണ് നിങ്ങൾ ഈ സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്തത്? അപ്പോൾ അവർ ഇന്ന് ERP എന്നൊക്കെ പറഞ്ഞാൽ ആരാണ് ചെയ്തത്? കാരണം റീസെൻ്റ്ലി അവരൊരു ERP ചെയ്തിട്ട് ഭയങ്കരമായിട്ട് സഫർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ആൾക്കാർക്ക് അറിയില്ല എങ്ങോട്ടാണ് പോകേണ്ടത്, ആരെടുത്താണ് ചോദിക്കേണ്ടത്. കാരണം സൗദി സ്പെസിഫിക് ആയിരിക്കണം അവർ. ചെറിയൊരു എക്സാമ്പിൾ, നാട്ടിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കമ്പനി ഇവിടെ ERP ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ട് അവർക്ക് ഫൈനലി അവർ സാറ്റ്ക ഇൻ്റഗ്രേഷനിൽ ഒരുപാട് ഗ്ലിച്ചസ് ഫേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സാറ്റ്കയുടെ ഒക്കെ എന്താ വിഷയം എന്ന് പറഞ്ഞാൽ, അത് കറക്റ്റായിട്ട് സീംലെസ്ലി ഇൻ്റഗ്രേറ്റഡ് അല്ലെങ്കിൽ, സാൻഡ് ബോക്സിലൊക്കെ കറക്റ്റ് ടെസ്റ്റ് ചെയ്തിട്ട് സക്സസ്ഫുൾ അല്ലെങ്കിൽ ഒരുപാട് പെനൽറ്റിയും ഫൈനൊക്കെ വരുന്നത് കാണുന്നുണ്ട്. അപ്പം ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ, ഇപ്പോൾ AIയുടെ ഒരു ആപ്ലിക്കേഷൻ എടുക്കുമ്പോൾ അതിനൊന്ന് ഇവാലുവേറ്റ് ചെയ്യാൻ ഒരു കൺസൾട്ടൻസി ലെവലിൽ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി ലെവലിലുള്ള ഒരു കമ്മ്യൂണിറ്റി ഇവിടെ ആവശ്യമുണ്ടോ, അത് ഉണ്ടോ, അല്ലെങ്കിൽ ഇനി അത് പിന്നെ എന്താണ് അതിൻ്റെ ഒരു റിലവൻസ് നിങ്ങൾക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്? നിങ്ങൾ പറഞ്ഞത് കറക്റ്റാണ്. ആൾക്കാർ കൺഫ്യൂസ്ഡ് ആണ്. ഇപ്പോൾ AI ഓരോ ദിവസം നമ്മൾ രാത്രി
എണീറ്റ് വരുമ്പോഴേക്കും പുതിയ പുതിയ ടൂൾസ് വരും. ആൾക്കാർ നന്നായിട്ട് കോംപ്ലിക്കേഷൻ ആണ്. പക്ഷേ ആൾക്കാർ എന്താ പറയുക, എ ഐനെ കുറിച്ച് മീൻസ് പേടിച്ചിരിക്കാതെ, മീൻസ് എനിക്ക് തോന്നുന്നത് അവർ ഓൾറെഡി എ ഐ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പം ChatGPT ആണെങ്കിലും ഇതിൻ്റെ റിവല്യൂഷൻ നോക്കുകയാണ്. ChatGPT ഇപ്പോൾ കഴിഞ്ഞ കൊല്ലം ഇറങ്ങിയതാണ്. ഇപ്പോൾ കുറേ സിസ്റ്റംസ് ഇറങ്ങിയിട്ടുണ്ട്. LLM മോഡൽ നോക്കുകയാണ്, ChatGPT ഇറങ്ങിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് മൈക്രോസോഫ്റ്റിൻ്റെ കോപ്പൈലറ്റ് ഇറങ്ങി, പിന്നെ ഗൂഗിളിൻ്റെ ജെമിനി ഇറങ്ങി, പെട്ടെന്ന് ചൈനയിൽ നിന്ന് ഡീപ്സിക്ക് വന്ന്, ഇപ്പോൾ ക്ലൗഡാണ് യൂസ് ചെയ്യുന്നത്. എന്നാൽ നമ്മൾ അറിഞ്ഞോ അറിയാതെ നമ്മൾ ഈ AI സിസ്റ്റംസ് ChatGPT ഒക്കെ ഒരു ഏകദേശം എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ വേറെ സൈഡ് നോക്കുമ്പോൾ കുറേ സിസ്റ്റംസ് വരുമ്പോൾ ആൾക്കാർ എന്താ പറയുക, ഇതിനെ പറ്റി കൺഫ്യൂസ്ഡ് ആവും, എന്താണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ എന്താണെന്ന് വെച്ചാൽ ആൾക്കാരുടെ ആ കൺഫ്യൂഷൻ ഉണ്ട്. സിസ്റ്റംസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പം എന്താണ് വേണ്ടതെന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ട്, ഏതാണ് റൈറ്റ് സിസ്റ്റം വേണ്ടതെന്നുള്ള. അപ്പോൾ അതിനൊരു കമ്മ്യൂണിറ്റി എനിക്ക് തോന്നുന്നു ഇവിടെ ഇല്ല. റെലവൻ്റ് ആണ്, വളരെ റെലവൻ്റ് ആണത്. ഓക്കെ. അപ്പം ഓഡിയൻസിന് വേണ്ടിയിട്ടും ഞങ്ങളെ പിന്നെ ഇപ്പം ഷമീം ഭായിനെ പോലെ സുഹാസ് ഭായിനെ പോലെയൊക്കെയുള്ള ഒരുപാട് നോളജബിൾ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ഇവിടെ ഉണ്ട്, ഹു ഈസ് ആക്സസിബിൾ ടു ടെക്നോളജി. ഒരു വലിയ ശതമാനം ആൾക്കാർക്ക് ഇങ്ങനത്തെ ടെക്നോളജീൻ്റെ ചേഞ്ചസോ അല്ലെ അത് അവരുടെ ഇമ്പാക്റ്റ് ഓൺ ദ ബിസിനസ് എങ്ങനെയായിരിക്കും എന്ന് അറിയാത്ത കുറേ ആൾക്കാരുണ്ട്. ഇവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വാട്ട് വി ആർ ട്രൈങ് ടു ഡു ഈസ് വി ആർ ട്രൈങ് ടു ഫോർമുലേറ്റ് സർട്ടൈൻ സ്ട്രാറ്റജീസ്. ഓൾസോ വി ആർ സ്റ്റാർട്ടിങ് എ community for guiding them. So if anybody is interested to join in such a community where they can share അവർക്ക് അവരുടെ കാര്യങ്ങൾ, അവരുടെ ഇഷ്യൂസ് ഒക്കെ, അവർക്ക് ഇപ്പോൾ ഒരു ERP എടുക്കണം, അല്ലെങ്കിൽ ഒരു HR ആപ്ലിക്കേഷൻ എടുക്കണം, അല്ലെങ്കിൽ ഒരു CRM എടുക്കണം, ഏതായിരിക്കും നല്ലത് എന്നുള്ള രീതിയിൽ അവർക്കൊരു ഗൈഡൻസ് വേണമെങ്കിൽ ദർ ഇസ് എ ലിങ്ക് പ്രൊവൈഡഡ് ബിലോ. നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്യാം. യു ക്യാൻ ബി എ മെമ്പർ, യു ക്യാൻ സ്റ്റാർട്ട് ആസ്കിങ് ക്വസ്റ്റ്യൻസ്. അതിൽ നമുക്ക് ഒന്നുകിൽ നമുക്ക് തന്നെ ഉള്ള എക്സിസ്റ്റിംഗ് പാനൽ ഓഫ് മെമ്പേഴ്സിൻ്റെ അടുത്ത് നമുക്കൊരു അഡ്വൈസ് സീക്ക് ചെയ്യാം, അല്ലെങ്കിൽ വാട്ട് വി ക്യാൻ ഡു ഈസ് വി ക്യാൻ റീഡയറക്ട് ദം ടു ദ റൈറ്റ് പീപ്പിൾ. അപ്പോൾ ഇങ്ങനെ ഒരു ഒപ്റ്റിമൈസേഷൻ അല്ലെങ്കിൽ ഒരു കറക്റ്റ് ഗൈഡൻസ് പ്രൊവൈഡ് ചെയ്യുന്നതിലൂടെ ഒരുപാട് വേസ്റ്റേജ് ഓഫ് ടൈം, എഫേർട്ട് ആൻഡ് മണി നമുക്ക് ചെയ്യാൻ പറ്റും, അല്ലാതെ ഒഴിവാക്കാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ താങ്ക് യു വൺസ് അഗെയിൻ ഫോർ ജോയിനിങ് അസ്. സോ സൗദി സ്പെസിഫിക് ആയിട്ടുള്ള ഇങ്ങനത്തെ ഇൻഫോർമേറ്റീവ് പോഡ്കാസ്റ്റുകളുമായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. ആൻഡ് സ്റ്റേ ട്യൂൺഡ്.